പിന്നെ ആ ബോർഡ്, ഇത് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ലജ്ജയില്ലേ? എന്തിന്? അപ്പോ ഞങ്ങൾ ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഞങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുകയല്ല ചെയ്തത്, തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത്. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സത്യത്തിന്റെ കാമ്പുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നാകെ അഭിമാനത്തോടെ ഈ വിഷയത്തിലും രാഷ്ട്രീയമായ മറുപടി പറയും. ഒന്നാമത്തെ മറുപടി, കള്ളന്മാർ ജയിലിലാകും. ഞാൻ പറയട്ടെ, 2025 ഈ ബോർഡിന് എന്താ തെറ്റുപറ്റിയത്? പോറ്റി എന്ന് പറഞ്ഞ ഈ കള്ളന്റെ കൊടുത്തുവിട്ട ബോർഡ് ഇല്ല. നിലവിലെ ബോർഡ് അത് ചെയ്തു, ശരിയാണ്, കൊടുത്തുവിട്ടില്ല. അപ്പൊ മുമ്പത്തെ ബോർഡ് അഴിഞ്ഞാട്ടത്തിന് അവസരം കൊടുത്തു കൂടിയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ പോറ്റിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാം ഒരു തരത്തിലും തെറ്റ് വരാതെ കൈകാര്യം ചെയ്യാൻ ബോർഡ് പ്രത്യേകം പരാജയപ്പെട്ടതുകൂടിയാണ്. ഒരു പോറ്റിക്ക്, ഇപ്പൊ ഈ കള്ളം പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് കൊടുത്തുവിടാൻ 2019 പത്മകുമാറിന്റെ ബോർഡ് പറഞ്ഞിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കണം, ലജ്ജിക്കണം. തീരുമാനത്തെ ദേവസ്വം അതെ പറയാം. സ്വർണം പൂശിയ ചെമ്പുപാളിയാണ് ഇത്തവണ കൊണ്ടുപോയത്. തൂക്കം കൂടി മടങ്ങി വന്നതോ ചെമ്പുപാളി അല്ല മടങ്ങി വന്നത്, സ്വർണം പാളി അല്ല മടങ്ങി വന്നത്, സ്വർണം പൂശി തൂക്കം കൂടിയ ചെമ്പുപാളിയാണ് മടങ്ങി വന്നത്. രക്ഷപ്പെട്ടു. സാധാരണ അമ്പല കമ്മിറ്റികൾ ഒരു കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ കമ്മിറ്റി അധികാരം ഏറ്റെടുക്കുമ്പോൾ അതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയും അതിലെന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ നോക്കുകയും ചെയ്യും. ഇവിടെ 4 കമ്മിറ്റികൾ 4 ബോർഡുകൾ മാറി വന്നിട്ടും ഇവിടെ ഇത്രയും വലിയ സ്വർണത്തിന്റെ നഷ്ടം ഉണ്ടായത് ഈ സംവിധാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് ദേവന്റെ സ്വത്തിന്റെയും വകകളുടെയും സംരക്ഷകനായി, കസ്റ്റോഡിയനായി, മാനേജറായി തുടരാൻ എന്ത് ധാർമ്മിക അധികാരമാണുള്ളത്? എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. ഈ സംവിധാനത്തെ മുഴുവൻ നയിക്കുന്ന ആളുകൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് അധികാരമല്ലേ? ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നോക്കൂ. ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് ഇവർക്ക് പോലും നിഷേധിക്കാൻ സാധിക്കുന്നില്ല. ഇവരിപ്പോ പറയുന്നത് ഞങ്ങളുടെ തന്നെ മുൻ മന്ത്രിസഭയുടെ കാലത്തെ മുൻ മന്ത്രിയുടെയും മുൻ ബോർഡിന്റെയും നേതൃത്വത്തിലല്ലേ സ്വർണം നഷ്ടപ്പെട്ടത്, അതിന് ഇപ്പോഴത്തെ ബോർഡും ഇപ്പോഴത്തെ മന്ത്രിസഭയും മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാ. നിനക്ക് നാണമുണ്ടോ? വിശ്വാസികൾ അല്ലെങ്കിൽ പോലും ശബരിമലയുടെ മേൽനോട്ടം എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ വളരെ സുത്യർഹമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഞങ്ങൾ നിരീക്ഷിക്കുന്നത് കാണിക്കാനാണ്. പക്ഷേ ഇവരുടെ മൂക്കിന് കീഴിൽ അയ്യപ്പന്റെ ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ ശ്രീകോവിന്റെ സംരക്ഷകനാണ്. അവിടെ നിന്ന് എന്തെങ്കിലും മോഷണം പോകുന്നുണ്ടോ നോക്കേണ്ട ആളാ. അയാളെ വരെ ഇവർ അടിച്ചു മാറ്റിയിട്ട് ഈ പറയുന്ന ആളുകൾ അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്, അതായത് ഹൈക്കോടതി 2019 മുതലുള്ള മെഹസറുകൾ വിളിച്ചു വരുത്തിയത് കൊണ്ട് അത് പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ യാദൃശ്ചികമായി വന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറത്തു വന്നത്. അതല്ലാതെ ഇവരുടെ ഭാഗത്തുള്ള ഒരു അന്വേഷണം കൊണ്ട് പുറത്തു വന്നല്ല. ബി.ആർ. ഷഫീർ, പല കാര്യങ്ങൾ താങ്കൾ പറയാനുള്ളത് ശ്രീ അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ലിസ്റ്റ് ചെയ്യാം. ഒന്ന്, താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയോ അറിവോ ഇല്ല എന്നുള്ളതാണ്. 2, ഇപ്പോൾ വി ഡി സതീശനാണ് ഈ പറഞ്ഞ പോറ്റിയുടെ സ്പോൺസർ എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞതിനർത്ഥം. അത് കൃത്യമായ അതിന്റെ വിവരങ്ങൾ അവരുടെ പക്കലുണ്ട് എന്നുകൂടി. അതിപ്പോ ശരിയാക്കി തരാം. എനിക്ക് ഈ വിഷയം അറിയില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. എന്നാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിൽ സ്വർണം പൂശിയതല്ലെന്നേ, അതെല്ലാം ചെമ്പുപാളി ആയിരുന്നേ, മഹസറിൽ കൃത്യമായിട്ടാണ് എഴുതിയെന്നേ, ഒരാൾക്കും മഹസർ തെറ്റിയിട്ടില്ലെന്നേ എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യായീകരിച്ച ആളിന്റെ പേര് അനിൽകുമാർ എന്നാണ്. അതാണ് എന്റെ തൊഴിൽ. എന്റെ തൊഴിലിന് വെറുതെ തടസ്സം ഉണ്ടാക്കരുത്. ഇയാൾ എന്തിനെ ന്യായീകരിക്കും? അവസാനം പിടിക്കപ്പെടുമെന്നായപ്പോ ഇന്നിപ്പോ തിരുത്തിയിട്ടുണ്ട്, സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ അവർ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത് കേട്ടോ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. ഞാന് പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ പോലീസിന്റെ സർവീസിൽ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഉത്തരവോട് കൂടി എടുക്കപ്പെട്ട കേസിൽ, ആ കേസിലെ റിമാൻഡ് അപേക്ഷയുടെ ഒരു ഭാഗം വായിക്കാം. ഞാൻ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിനെ മാറ്റി വെറും ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്ത് 19/3/2019 ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതിയും, ആരാണ് ദേവസ്വം കമ്മീഷണർ നിങ്ങൾക്ക് അറിയാലല്ലേ, പിണറായിയുടെ കടകംപള്ളിയുടെ ഒക്കെ സ്വന്തം ആളെ, അദ്ദേഹം 42.1 കിലോഗ്രാം ചെമ്പുപാളികൾ അനധികൃതമായി ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം അംഗങ്ങളുടെയും അറിവോടുകൂടി, ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും, ആരാ ദേവസ്വം ബോർഡ് അംഗങ്ങള്? CPM-ന്റെ കറകളഞ്ഞ പാർട്ടിക്കാരന്മാർ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കിലോഗ്രാം അങ്ങനെ ഞാൻ പറയട്ടെ. 39 ദിവസത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 42 കിലോഗ്രാം ഉണ്ടായിരുന്ന സ്വർണപ്പാളികളുടെ തൂക്കമോ അതിന്റെ ഗുണമേന്മയോ നോക്കാതെ എടുത്തു ഫിറ്റ് ചെയ്ത പോറ്റിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അഴിമതി എന്ന് പറഞ്ഞാൽ
കട്ടളപ്പണി എടുത്തുകൊണ്ട് പോകുന്നു, ഉരുക്കുന്നു, തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോ തൂക്കോ നോക്കുന്നില്ല, ഒരു ചുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ പച്ചയ്ക്ക് യവന്മാര് തട്ടി 3-4 കിലോ സ്വർണ്ണ യവന്മാർ എല്ലാവരും കൂടെ വീതം വെച്ച് തിന്നു. ബഹുമാനപ്പെട്ട സനാതന ഹിന്ദുവിന്റെ വിശ്വാസത്തെ ഇവർ ചവിട്ടി മതിച്ചു. ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും കട്ടുകൊണ്ട് പോയനെ. അത്തരത്തിൽ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ നിങ്ങളാണെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലാണ് ഇരുന്ന കട്ടളയും യോഗദണ്ഡും ആലിലയും സകലതും അടിച്ചു കൊണ്ടുപോയിട്ട് വന്നിരുന്നത് ന്യായീകരിക്കാണ്. ഉദ്യോഗസ്ഥരെ ചെയ്തതല്ലേ, ഞങ്ങളെന്ത് പിഴച്ചു? നിങ്ങളെന്ത് കാണാനായിരിക്കുന്നത്? ഓണറബിൾ ഹൈക്കോടതിയുടെയോ ഹൈക്കോടതി നിരീക്ഷിച്ച കമ്മീഷണറുടെയോ അനുവാദമോ കൺസെന്റോ സാന്നിധ്യമോ ഇല്ലാതെ ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ നിങ്ങളറിയാം ഗോൾഡ് സ്മിത്തിനെ വിളിച്ചു വരുത്തി മഹസർ തയ്യാറാക്കാതെ വീണ്ടും കൊടുത്തു വിട്ടു. യവന്മാരെല്ലാവരും കള്ളന്മാരാ, ശബരിമല കട്ടുപിടിച്ചവരാ. എന്നിട്ട് വന്നിട്ട് പറയാണ് VD സതീശന്റെ ആളല്ലേ ഉണ്ണികൃഷ്ണൻ. പിന്നെ VD സതീശന്റെ ആളാണ് ഉണ്ണികൃഷ്ണൻ എങ്കിൽ ഈ അനിൽകുമാറും നിങ്ങളുടെ തലതൊട്ടപ്പനായ പിണറായി വിജയനും നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. VD സതീശന്റെ സ്വന്തം ആളായ പോറ്റി VD സതീശനോടൊപ്പം പോറ്റി ഉണ്ടാവില്ല, എന്നാൽ കടകംപള്ളിയോടൊപ്പം പലപ്പോഴും പോറ്റി ഉണ്ടായിരുന്നു. വർക്കലയുള്ള ബഹുമാനപ്പെട്ട BRM മറ്റേ നിങ്ങളുടെ തിരുവനന്തപുരത്തൊരു നേതാവുണ്ടല്ലോ, പഴയൊരു ദേവസ്വം ബോർഡ് മന്ത്രി, BRMന് ഓർമ്മ കാണുകയില്ല, ശിവകുമാർ എന്നൊറ്റ പേരാ, ഭഗവാൻ ശിവന്റെ പേരാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അനിയൻ്റെ ആളുണ്ടായിരുന്നു, ദേവസ്വത്തിന്റെ കമ്മീഷണർ വരെ, തിരുവാഭരണ കമ്മീഷണർ. 7.1 കോടി രൂപയുടെ അഴിമതിയാണ്. എന്നിട്ട് കട്ടു മൂട്ടിച്ചു സഖാക്കൾ ഉമ്മൻചാണ്ടി. പറയട്ടെ സാർ, നിങ്ങളല്ലേ ശബരിമലയിൽ കാണിക്കേണ്ടിരുന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ അമ്പലങ്ങളിൽ കാണിക്കേണ്ടിരുന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചത്? ശബരിമല പ്രക്ഷോഭണ കാലത്ത് കോവിഡ് വന്നപ്പം അവിടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ എത്ര കോടിയാണ് ഈ പിണറായി വിജയൻ സർക്കാർ കൊടുത്തത്? ഇത്രത്തോളം ഔദാര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഔദാര്യം തന്നെയാ. ഒരു മുതലാളിയെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. വിശ്വാസങ്ങളെ തകർക്കാനല്ല, വിശ്വാസികൾക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അല്ല ഞങ്ങൾ സംരക്ഷിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെയാണ്. എനിക്കൊരു സംശയം. ഒറ്റ കാര്യം, താങ്കൾ ഈ വിശ്വാസത്തെ കുറിച്ച് പല വാചകം പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ ശബരിമല യുവതി പ്രവേശ കാര്യത്തിൽ CPM സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എന്താണ്? എന്താ നിന്റെ ഉദ്ദേശം? അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാന്. ഒടുവിലെന്നല്ല, എന്നും അന്നും ഇന്നും ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ. നിന്റെ ആ പുഴുങ്ങിയ ചിരിയുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ പോയിന്റ് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം. നമ്പർ 1, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ, ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല, ഞങ്ങളുടെ പരിപാടിയല്ല. അതുകൊണ്ട് ഒരു ആരാധനാലയത്തിലെയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല. യുവതികൾ എന്തൊക്കെ നമ്മൾ കണ്ടെന്നേ. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നടന്നെന്ന് മനസ്സിലായിട്ടില്ല. അയ്യപ്പദാസ് ആദ്യം മനസ്സിലാക്കണം എന്താ പറയുന്നത് കേൾക്കാൻ. അങ്ങ് കേൾക്കുന്നയാളാണ്, ഞാൻ അങ്ങോട്ട് ദയവായി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഒരു അമ്പലത്തിലെയോ ഒരു ആരാധനാലയത്തിലെയോ ആചാരത്തെ മാറ്റുക എന്ന പദ്ധതിയോ പരിപാടിയോ ഞങ്ങളുടെ പരിപാടിയല്ല. 2018 ഞങ്ങൾ അന്നൊരു കാര്യം ചെയ്തിട്ടില്ല. കള്ളം പറയാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെയാണ്. പ്രശ്നം എന്താണ്? പ്രശ്നം സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം, ആ തത്വം ശബരിമലയിലും ബാധകമാണെന്ന് ഒരു ഭരണഘടനാ കോടതി പറഞ്ഞാൽ ആ ഭരണഘടനാ കോടതിയുടെ ഭരണഘടനാപരമായ തീരുമാനം സർക്കാരിന് ബാധകമാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആ സമയത്ത് സർക്കാർ ഭരിക്കുന്ന കാലമല്ലേ ശ്രീ അനിൽകുമാർ? LDF സർക്കാരിൽ നിലപാടെന്ന് പറഞ്ഞിട്ടില്ലേ കോടതിയിൽ? അതെ, LDF സർക്കാരിന്റെ നിലപാട് ഞങ്ങൾ എഴുതി കൊടുത്തു, പറയല്ല എഴുതി കൊടുത്തതിൽ പറയുന്നത് ശബരിമല എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ച് ഉന്നതസ്ഥാനീയരായ മതപണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് പരിശോധിക്കണം. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. ഇപ്പൊ ഈ അയ്യപ്പ സംഘവും വിശ്വാസികൾക്ക് വേണ്ടി LDF എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ചോദ്യം ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും അറ്റൻഡ് ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു യുവതി പ്രവേശം വേണ്ട എന്നുള്ളതാണ് നിലപാടെന്ന്. പക്ഷേ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇത് വിശ്വാസികൾക്ക് ഒപ്പം എന്ന് ഇന്ന് താങ്കളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആവർത്തിച്ച് പറയുന്നത് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, ശബരിമലയിൽ യുവതി പ്രവേശം വേണോ വേണ്ടയോ? അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, CPM അല്ല, ഇടതുപക്ഷ ജനാധിപത്യ കേരള സർക്കാരല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. നീ കിടന്നതിന് ഉരുളൊന്നും വേണ്ട. ഞാൻ പറയുന്നത് പക്ഷേ പറയാനും വയ്യ. ഇത് നിങ്ങളുടെ നേടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. നുണ പറയരുതെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും
സാധിക്കുന്നില്ല. കാരണം സാഹചര്യങ്ങൾ പൊതുവെ മോശമായിരുന്നു. എന്താണ് എഴുതി കൊടുത്തത്? ഞങ്ങൾ എഴുതി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ഹിന്ദുമത സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷനെ കാരണം നിലപാടാണ് ചോദിക്കുന്നത്. CPM ന്റെ നിലപാടാണ് ചോദിക്കുന്നത്. ഒറ്റ വാക്യ ഉത്തരവും പറയാവുന്ന ഒരു കാര്യമുള്ളൂ. യുവതി പ്രവേശം ആകാമോ വേണ്ടയോ? ആകാം അല്ലെങ്കിൽ വേണ്ട. പറഞ്ഞു കൊടുക്കണേ അതെ, ഇത് പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് കോടതി പോയി സതീശൻ തോറ്റല്ലോ. ഇതേപോലെ തന്നെ താങ്കൾ ഉത്തരം ജയിക്കും. പറയാനോട് അന്ന് പറഞ്ഞു. താങ്കൾ എന്നോട് മറുപടി കൊടുത്ത് താങ്കൾ ജയിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാനിപ്പോ കൃത്യമായിട്ട് ഇത്തവണ ഉത്തരം താങ്കൾ ജയിക്കണം. ഞാൻ ജയിക്കാം. ഞങ്ങൾ ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല. പക്ഷെ അത് നോ മോർ ക്ലാരിഫിക്കേഷൻ. അപ്പൊ എന്താണ് ഒരിക്കലും നിലപാട് എഴുതി കൊടുത്തിട്ടുണ്ട്? എന്താ എഴുതി ഓക്കേ, നമ്മൾ അതിൽ ഇനി സമയം കളയാം. താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ശ്രീ ശങ്കുവിന്റെ ഊഴാണ്. കേട്ടോ ശരി, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു മിനിറ്റിൽ ഞാൻ മറുപടി പറയാം. ആദ്യം വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരം എന്ന് പറയുന്നത് വിവേചനപരമാണ്, സ്ത്രീവിരുദ്ധമാണ്, പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ആചാരമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് പരിഷ്കരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളതാണ്. അന്വേഷണം വന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ആ സത്യവാങ്മൂലം തിരുത്തുകയും ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അതേപടി തുടരട്ടെ എന്ന് പറയുന്നത് പുതിയ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 2016 വന്നിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള സത്യവാങ്മൂലം പിൻവലിക്കുകയും പുതിയ സത്യവാങ്മൂലം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തുള്ള സത്യവാങ്മൂലത്തിലേക്ക് റിവേർട്ട് ചെയ്തുകൊണ്ട് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇനിയും ചോദിക്കേ പറയാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവരെ വിമർശിച്ചു. ഒരേ കേസിൽ 3 തവണ സത്യാഗ്രഹം കൊടുക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വാദങ്ങൾ ഓറലായിട്ട് സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജയദീപ് ഗുപ്ത എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വക്കീല് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരം വിവേചനപരമാണ്, അത് തിരുത്തണം എന്നുള്ള സർക്കാരിന്റെ നിലപാട് ഓറലി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജഡ്ജ്മെന്റിന്റെ ഭാഗവുമാണ്. പിന്നെ ഞാനൊരു നഗ്നസത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. അധികാരങ്ങൾ തിരുത്തിയിട്ടാണ് ഈ സമൂഹം ഇവിടെ വരെ എത്തിയത് എന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിച്ചത് ആരാണെന്ന് നമുക്കറിയാം. 50 കോടി രൂപ ചെലവിൽ വനിതാ മന്ത്രി സംഘടിപ്പിച്ച ആരാണെന്ന് അറിയാം. ഇപ്പൊ തന്ത്രിമാരുടെ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ആള് ഗുരുവായൂരിൽ തന്ത്രിയുമായിട്ട് ചരിത്രം ഉണ്ടെന്നുകൊണ്ട് തന്ത്രിമാരെ ഭീഷണിപ്പെടുത്തിയ കഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആളുകളുടെ മറവിയുടെ മുകളിൽ വല്ലാണ്ട് ബാങ്ക് ചെയ്യരുത്. ആളുകളെല്ലാവരും പെട്ടെന്ന് മറക്കും എന്നത് ഒരു എപ്പോഴും ഉള്ള സൗകര്യമായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ ഈ ചർച്ചയിൽ പറയാനുള്ള ഒരു കാര്യം, ഇദ്ദേഹം സ്വർണം കൂടി എന്ന് പറയുമ്പോൾ നോക്കും, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള എന്താണ് സെക്യൂരിറ്റി ആൻഡ് വിജിലൻസ് സ്പെഷ്യൽ ഓഫീസർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. അതിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാത്രമല്ല സ്വർണം നഷ്ടപ്പെട്ടത്. ദ്വാരപാലക ശില്പത്തിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗത്തായി നിന്നിരുന്ന കട്ടിള പടികളിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട്. ശബരിമലയുടെ ശ്രീകോവിലിന്റെ വാതില് അത് എവിടെയാണ് പോയതെന്നതിനെ പറ്റിയിട്ട് ഒരു കണക്കുമില്ല. അത് ഇവിടെ നിന്ന് തടി തങ്കത്തിൽ പൊതിഞ്ഞിട്ടുള്ള വാതിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ എത്തിയത് തേക്കിൻ തടിയിൽ ചെമ്പ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള വാതിലാണ്. ഈ സ്വർണത്തിന്റെ പൊതിഞ്ഞിട്ടുള്ള വാതിൽ എവിടെ പോയി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കണക്കുമില്ല. വിജിലൻസിന്റെ അന്വേഷണത്തിൽ 2 കിലോയോളം സ്വർണ്ണം ഇവിടെ കൊണ്ടുപോയതിൽ ആകെ മടങ്ങി വന്നിട്ടുള്ളത് 400 ഗ്രാമോളം സ്വർണം മാത്രമാണെന്നും 1600 ഗ്രാം സ്വർണം, അതായത് 1.5 കിലോയിലധികം സ്വർണം നഷ്ടപ്പെടുകയാണ് ചെയ്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.